നമസ്കാരം. BBC പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ NCC കേഡറ്റുകൾക്കായി നടത്തിവന്ന ട്രെയിനിംഗ് ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ബംഗ്ലാംകുന്നിൽ ലോഡ് കയറ്റിപ്പോയ ടിപ്പർ ലോറി മറിഞ്ഞ അപകടത്തിൽപ്പെട്ട ടിപ്പറിന്റെ ഡ്രൈവർ അരമണിക്കൂറോളം വാഹനത്തിനടിയിൽ കുടുങ്ങി. അഞ്ചിരി നാളികേര ഉത്പാദന സംഘത്തിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ KSRTC ഡിപ്പോയ്ക്ക് മുന്നിൽ കൂട്ടധർണ നടത്തി. അഞ്ചിരി ആനക്കയം റൂട്ടിലെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ധർണ നടത്തിയത്. സഞ്ചാരികളുടെ വിശ്രമ കേന്ദ്രമായ ഉപ്പുകുന്ന അരുവിപ്പാറയിൽ മാലിന്യ നിക്ഷേപം. അരുവിപ്പാറ ടൂറിസ്റ്റ് സ്പോട്ടിലാണ് മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് കൂടുകളിലും പാക്കറ്റുകളിലും നിറച്ച് ഉപേക്ഷിച്ചിരിക്കുന്നത്. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ധർണ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സെക്രട്ടറി PD രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ NCC കേഡറ്റുകൾക്കായി നടത്തിവന്ന ട്രെയിനിംഗ് ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വിവിധ കോളേജുകളിൽ നിന്നായി 600ഓളം പേർ പങ്കെടുത്ത ക്യാമ്പ് കഴിഞ്ഞ 6-നാണ് കോളേജിൽ ആരംഭിച്ചത്. തിങ്കളാഴ്ച കോളേജിൽ നടന്ന സമാപന സമ്മേളനം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യുവതലമുറയ്ക്ക് വലിയൊരു പങ്കുവഹിക്കുക. NCC ഇത് നിർണായകമായി തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് ഈ ട്രെയിനിങ് ക്യാമ്പിൽ. ഇതുപോലുള്ള ക്യാമ്പുകൾ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. ഡൽഹിയിലുള്ള എല്ലാ വർഷവും നടത്തുന്ന നാഷണൽ ക്യാമ്പിന് പങ്കെടുക്കുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. കുട്ടികളുടെ സമഗ്ര വികസനം ഉറപ്പാക്കാൻ, വ്യക്തിത്വം വളർത്തിയെടുക്കാൻ ഉതകുന്ന ഒട്ടേറെ പരിശീലന പരിപാടികളാണ് NCC കേഡറ്റ്സിന് വളരെ അച്ചടക്കമുള്ള, ദേശീയ ബോധമുള്ള, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക. NCCയുടെ ട്രെയിനിങ് വളരെ നിർണായകമായ ഒരു പങ്കാണ് വഹിക്കുന്നത്. കമാൻഡിംഗ് ഓഫീസർ VA മധു അധ്യക്ഷത വഹിച്ചു. അസോസിയേറ്റ് NCC ഓഫീസർ പ്രജേഷ് C. മാത്യു, ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ TM ജോസഫ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ KJ ജോൺ, MEP വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊടുപുഴ ഏഴല്ലൂർ റോഡ് വീതി കൂട്ടി ടാർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഉപ്പ് ശേഖരണ യജ്ഞം സംഘടിപ്പിച്ചു. ഗ്രാമവികസന സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് ശേഖരണ യജ്ഞം മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിദ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ഏഴല്ലൂർ ഈസ്റ്റ് കളൂർ റോഡ് വീതി കൂട്ടി ടാർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, MLA, MP എന്നിവർക്ക് നിവേദനം നൽകുന്നതിന്റെ ഭാഗമായാണ് ഒപ്പ് ശേഖരണ യജ്ഞം സംഘടിപ്പിച്ചത്. മടത്തിക്കണ്ടത്ത് നടന്ന ഒപ്പ് ശേഖരണ യജ്ഞം മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിദ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന ഒപ്പ് ശേഖരണ യജ്ഞത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ നിർവഹിച്ചു. വളരെ വലിയൊരു വിജയമാകട്ടെ. തുടർന്നുള്ള ഈ സമരത്തിലും അല്ലെങ്കിൽ ഈ ഒരു യജ്ഞത്തിന് എല്ലാവിധ പിന്തുണയും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. വ്യക്തിപരമായും എന്നെ കൊണ്ട് കഴിയുന്ന ഏത് സഹകരണത്തിനും മുമ്പോട്ടും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒപ്പ് ശേഖരണ യജ്ഞത്തിന് എല്ലാവിധ ആശംസയും പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാലയങ്ങളിലും ദേവാലയങ്ങളും കേന്ദ്രീകരിച്ച് കൗണ്ടറുകളും സ്ഥാപിച്ചിരുന്നു. മടത്തിക്കണ്ടത്ത് നടന്ന യോഗത്തിൽ ഗ്രാമവികസന സമിതി വർക്കിംഗ് ചെയർമാൻ PE ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ MU ജമാൽ, ജനറൽ സെക്രട്ടറി PM സുലൈമാൻ, അഡ്വക്കേറ്റ് PL ജോൺസൺ, നിസാർ പഴേരിയിൽ, PM മൈദീൻ, CM റഹീം, PM താജുദ്ദീൻ, KM മൈദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു.
തൊടുപുഴ ബംഗ്ലാംകുന്നിൽ ലോഡ് കയറ്റിപ്പോയ ടിപ്പർ ലോറി മറിഞ്ഞ അപകടം. അപകടത്തിൽപ്പെട്ട ടിപ്പറിന്റെ ഡ്രൈവർ അരമണിക്കൂറോളം വാഹനത്തിനടിയിൽ കുടുങ്ങി. തൊടുപുഴ ബംഗ്ലാംകുന്നിലേക്ക് പാറപ്പൊടിയുമായി പോയ ടിപ്പറാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിന്റെ കെട്ട് ഇടിഞ്ഞതാണ് അപകടത്തിന് കാരണം. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് അപകടം നടന്നത്. ടിപ്പർ താഴേക്ക് മറിഞ്ഞപ്പോൾ ഡ്രൈവർ ടിപ്പറിന് അടിയിൽ പിടിക്കുകയായിരുന്നു. ഡ്രൈവറുടെ കാൽ ലോറിയുടെ അടിഭാഗത്ത് കുടുങ്ങുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാരും തൊടുപുഴയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചേർന്ന് ലോറി ഉയർത്തിയാണ് ഡ്രൈവറെ രക്ഷപ്പെടുത്തിയത്. ലോറിക്കടിയിൽ നിന്നും രക്ഷപ്പെടുത്തിയ ഡ്രൈവറെ ഉടൻ തന്നെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. തൊടുപുഴയിൽ നിന്നും 100 മീറ്റർ അകലെ അപകടം നടന്നിട്ടും പോലീസ് സ്ഥലത്തെത്താൻ വൈകിയതായും ആരോപണമുണ്ട്. അപകടത്തിൽപ്പെട്ട് അരമണിക്കൂറോളം വാഹനത്തിനടിയിൽപ്പെട്ട ഡ്രൈവറെ ആശുപത്രിയിലേക്ക് മാറ്റിയതിനു ശേഷമാണ് പോലീസ് സ്ഥലത്തെത്തിയത്. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ധർണ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സെക്രട്ടറി PD രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ KSRTCയിലെ പെൻഷൻകാർ ഏതാണ്ട് 2-2.5 വർഷമായി സ്ഥിരമായി പെൻഷൻ കിട്ടുന്നതിന് വേണ്ടി ഇതുപോലുള്ള സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. KSRTC പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ മാത്രം ജീവിതോപാധിയായി കാണുന്ന ആളുകളാണ്. 10, 30, 35 വർഷം കഠിനമായ അധ്വാനം ചെയ്തതിന് ശേഷം KSRTCയിൽ നിന്നും വിരമിച്ച ആളുകളാണ് ഇപ്പോൾ ഇവിടെ സമരരംഗത്തുള്ളത്. അത് സമരത്തിനായി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പുതുതായി ഒന്നുമുള്ളതല്ല, എന്തെങ്കിലും അധിക ബാധ്യതയുണ്ടാക്കി വയ്ക്കുന്നതല്ല. ന്യായമായി കിട്ടേണ്ട പെൻഷൻ, മാസം തോറും കിട്ടേണ്ട പെൻഷൻ, അത് 1-ാം തീയതി തന്നെ ലഭിക്കേണ്ട പെൻഷൻ, അതാത് മാസം 1-ാം തീയതി ലഭിക്കേണ്ട പെൻഷൻ 5-ാം തീയതിക്ക് മുമ്പെങ്കിലും തരണമെന്ന ന്യായമായ ആവശ്യം വെച്ചുകൊണ്ടാണ് ഇതിനു മുമ്പ് സമരം ചെയ്തത്. അത് വിവിധ തലത്തിലുള്ള സമരങ്ങൾ നടന്നു. വെജിറ്റേറിയൻ സമരങ്ങളെല്ലാം ഏതാണ്ട് നിർത്താറായ സമയമായി. അഹിംസയിൽ ഊന്നിക്കൊണ്ടുള്ള സമരങ്ങളാണ് ഇതുവരെ ചെയ്തത്. അത് KSRTCയിൽ മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ധർണ നടത്തിയത്. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് തൊടുപുഴയിലും സമരം സംഘടിപ്പിച്ചത്. ES നാരായണൻ, KS കൃഷ്ണൻകുട്ടി, SN മേനോൻ തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. വിദേശ മലയാളിയെ വനിതാ പഞ്ചായത്ത് സെക്രട്ടറി ആക്രമിച്ചതായി പരാതി. കരിങ്കുന്നം സെഡാർ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ കരിങ്കുന്നം കൊല്ലാത്ത് അഖിലേഷ് മാധവനെയാണ് പഞ്ചായത്ത് സെക്രട്ടറി ആക്രമിച്ചത്. പുതുതായി നിർമ്മിക്കുന്ന ആശുപത്രിയുടെ രേഖകൾ ശരിയാക്കുന്നതിനായി തിങ്കളാഴ്ച രാവിലെയാണ് അഖിലേഷ് മാധവൻ കരിങ്കുന്നം പഞ്ചായത്ത് ഓഫീസിൽ എത്തിയത്. ഇതിനു മുമ്പ് ഇതേ ആവശ്യം ഉന്നയിച്ച് പലപ്പോഴും പഞ്ചായത്ത് ഓഫീസിലെത്തിയിട്ടും നിഷേധാത്മക നിലപാടാണ് പഞ്ചായത്ത് അധികൃതർ സ്വീകരിച്ചത്. പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെയാണ് ആശുപത്രി പണിതിരിക്കുന്നതെന്ന് ആരോപിച്ചാണ് ആശുപത്രിക്ക് അനുമതി നൽകാതിരുന്നത്. രേഖകൾ സഹിതം പഞ്ചായത്ത് ഓഫീസിൽ ഹാജരായ അഖിലേഷിനോട് നിഷേധാത്മകമായി പെരുമാറിയ വനിതാ പഞ്ചായത്ത് സെക്രട്ടറി രേഖകൾ മുഖത്തേക്ക് വലിച്ചെറിയുകയായിരുന്നുവെന്ന് അഖിലേഷ് പറഞ്ഞു. സിഡാർ ഹോസ്പിറ്റലിലെ എല്ലാ ഫയലുകളും ഇന്ന് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പഞ്ചായത്തിൽ പോകുമായിരുന്നു. അപ്പോൾ ആദ്യം മേയറെ കാണിച്ചിട്ട് അത് എല്ലാം ഓക്കെയാണെന്ന് പുള്ളി പറയുകയും താഴെ കൊണ്ട് കൊടുക്കാൻ പോയി കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യം മൈൻഡ് ചെയ്യുകയും ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് ഫയൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഫയൽ നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ, ഇറങ്ങി പോവുക, ഇവിടെ നിന്ന് ഇറങ്ങി പോകണം പറഞ്ഞ് ഭയങ്കര ഷൗട്ട് ചെയ്യും. അത് ഞാൻ ഫയലെടുത്ത് എൻ്റെ മേയത്തേക്ക് ഒറ്റ ഏറ് വരും, കണ്ണിൻ്റെ അടിയിലേക്ക് എറിഞ്ഞു. കണ്ണിൻ്റെ അടി കുറച്ച് മുറിഞ്ഞിട്ടുണ്ട്.
വലിച്ചെറിഞ്ഞ ഫയലുകൾ കൊണ്ട് അഖിലേഷിന്റെ മൂക്കിന് പരിക്കേറ്റു. പരിക്കേറ്റ അഖിലേഷ് തൊടുപുഴ സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. VBS ന്യൂസ് തൊടുപുഴ. അഞ്ചിരി നാളികേര ഉത്പാദക സംഘത്തിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ KSRTC ഡിപ്പോയ്ക്ക് മുന്നിൽ കൂട്ടധർണ നടത്തി. അഞ്ചിരി ആനക്കയം റൂട്ടിലെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ധർണ നടത്തിയത്. അഞ്ചിരി റൂട്ടിൽ വിദ്യാർത്ഥികൾക്ക് KSRTC ബസ്സുകളിൽ കൺസെഷൻ അനുവദിക്കുക, മൂലമെടുത്ത് നിന്ന് കാഞ്ഞാർ അഞ്ചിരി വഴി തൊടുപുഴയ്ക്ക് KSRTC സർവീസ് ആരംഭിക്കുക, അഞ്ചിരി ആനക്കയം റൂട്ടിലെ യാത്രാക്ലേശം പരിഹരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. ദിവസവും വൈകിട്ട് 4:15 തൊടുപുഴയിൽ നിന്നും ആനക്കയത്തിനുള്ള സർവീസും 5:30 സർവീസും ഷട്ടിൽ സർവീസും KSRTC സ്ഥിരമായി മുടക്കുകയാണെന്ന് നാളികേര ഉൽപാദക സംഘം ഭാരവാഹികൾ ആരോപിച്ചു. വളരെ വർഷങ്ങളായിട്ട് യാത്രാക്ലേശം അനുഭവിക്കുകയാണ്. പകുതി സമയങ്ങളിൽ KSRTC ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത മൂലം പകുതി സമയങ്ങളിൽ ട്രിപ്പ് മുടങ്ങുന്ന സംവിധാനങ്ങളുണ്ട്. നിലവിലുണ്ടായിരുന്ന ഒരു 4:15 ബസ് വളരെ ഉപകാരപ്രദമായിരുന്നു. അത് പകുതി ദിവസങ്ങളിൽ ഇല്ല. അതുപോലെ തന്നെ 5:30 ഇവിടുന്ന് ഒരു സർവീസ് ആനക്കയത്തിലുണ്ടായിരുന്നു. അത് വിദ്യാർത്ഥികൾക്കെല്ലാം വളരെ പ്രയോജനപ്രദമായിരുന്നു. ആ സർവീസ് നിർത്തിവെച്ചിരിക്കുകയാണ്. ബസ്സുകൾ ട്രിപ്പ് മുടക്കുന്നത് മൂലം യാത്രക്കാർ വലയുന്നതായും ഇവർ പറഞ്ഞു. ജോജി വാഗലൂർ, റോബിൻ എടപ്പഴത്തിൽ, ബിജോ മുണ്ടക്കൽ, ജിതിൻ ജോസഫ് മുണ്ടക്കൽ തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് ട്രാൻസ്പോർട്ട് അധികാരികൾക്ക് നിവേദനവും നൽകി. രാജ്യം കണ്ട ഏറ്റവും വലിയ തൊഴിലാളി ദ്രോഹ സർക്കാരാണ് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരെന്ന് ഫോർവേഡ് ബ്ലോക്ക് ദേശീയ സെക്രട്ടറി G. ദേവരാജൻ തൊടുപുഴയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളികൾ കാലാകാലങ്ങളിൽ സമരമാർഗങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ സ്വദേശ വിദേശ കുത്തകകൾക്ക് അടിയറവ് വയ്ക്കാനാണ് മോദി സർക്കാർ ഒരുങ്ങുന്നതെന്ന് ദേവരാജൻ ആരോപിച്ചു. BJP അനുകൂല സംഘടനയായ BMS ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ ഇതിനെതിരെ പോർമുഖത്താണ്. മെയ് 26 ഡൽഹിയിൽ ചേരുന്ന തൊഴിലാളി സംഘടനകളുടെ ദേശീയ കൺവെൻഷൻ ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. മോദി സർക്കാർ ഒരു വർഷം പൂർത്തിയാക്കിയാണ് ഈ മാസം. അച്ഛേ ദിൻ ആനേ വാലാ ഹൈ എന്ന് പറഞ്ഞിട്ടാണ് മോദി സർക്കാർ അധികാരത്തിൽ വന്നത്. വന്നതിന് ശേഷം നമ്മൾ കാണുന്ന ചിത്രമെന്ന് പറയുന്നത് കുറച്ച് ആളുകൾക്ക് അച്ഛാ ദിൻ ഉണ്ടായിരിക്കുന്നു. അത് അംബാനിമാർക്കും അദാനിമാർക്കുമാണ്. അത് ഓരോ ദിവസവും ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം വളരെ ഗുരുതരമായ ചില വിഷയങ്ങൾ ഈ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ലേബർ കോഡ് ഓൺ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ നിയമം ഗവൺമെൻറ് കൊണ്ടുവരാൻ പോവുകയാണ്. അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി തൊഴിലാളികളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതായത് 1948 ID ആക്ട്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, 1926 ട്രേഡ് യൂണിയൻ ആക്ട്, അതുപോലെ തന്നെ ഫാക്ടറീസ് ആക്ട് തുടങ്ങിയ നിയമങ്ങളൊക്കെ തന്നെ ഭേദഗതി ചെയ്തുകൊണ്ട് ഒരു പുതിയ നിയമം കൊണ്ടുവരികയാണ്. ആ നിയമം വായിച്ചു നോക്കിയാൽ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ രാജ്യത്തെ തൊഴിലാളികൾ നടത്തിയ ധീരമായ സമരങ്ങളുടെ ഫലമായി ഉണ്ടാക്കിയ അവകാശങ്ങളൊക്കെ ഇല്ലാതാക്കുകയാണ് ആ നിയമം മൂലം. ഫോർവേഡ് ബ്ലോക്ക് 7ാം പാർട്ടി സ്കൂൾ മെയ് 15 മുതൽ 17 വരെ മലമ്പുഴി നടക്കുമെന്നും ദേവരാജൻ പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് V. റാം മോഹൻ, ജില്ലാ സെക്രട്ടറി CK ശിവദാസ്, AIYL സംസ്ഥാന സെക്രട്ടറി ജോഷി ജോർജ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഉടുമ്പന്നൂർ മലയിഞ്ചിക്ക് സമീപം കൂറ്റൻപാറ പൊട്ടിത്തകർന്നത് പരിഭ്രാന്തി പരത്തി. തിങ്കളാഴ്ച രാത്രി 7 മണിയോടെയാണ് വലിയ മുഴക്കത്തോടെ പാറ പൊട്ടിപ്പിളർന്നത്. മലയിഞ്ചിയിൽ നിന്നും 2 കിലോമീറ്റർ ദൂരത്തിൽ വനപ്രദേശത്താണ് സംഭവം. ജനവാസ മേഖലയല്ലാത്തതിനാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ലെന്ന് കോൺഗ്രസ് നേതാവ് സോമി പുളിക്കൽ പറഞ്ഞു. ഒരു ഭയങ്കരം കല്ല്, ഒരു പെരയുടെ വലിപ്പമുള്ള ഒരു കല്ല് വനത്തിൽ ഉരുണ്ടു വന്ന് ഈ പൊട്ടിച്ചേറി ഒരു പറമ്പിന്റെ സൈഡിൽ വരെ വന്നുള്ളൂ. പറമ്പിൽ ആർക്കും നഷ്ടങ്ങളൊന്നുമില്ല. അത് മലയിഞ്ചി തോണി എന്ന് പറയും, തോണി കീഴാർകൂത്ത് ഭാഗം മുതലാക്കൽ ജോണി എന്ന് പറയുന്ന ആളുടെ പറമ്പിന്റെ അടുത്താണ് വന്നിരിക്കുന്ന കല്ല്. അത് ഭീഷണിയുള്ള രീതിയിലൊന്നും അല്ല ഇരിക്കുന്നത്, കുഴപ്പമില്ല, പറമ്പിലേക്കൊന്നും വരില്ല. ഭൂമി കുരുങ്ങുന്നവർക്ക് പോലും ഇവരൊക്കെ പെരയൊക്കെ ഇരിക്കുന്ന കുരുങ്ങില്ല. ഈ കല്ല് വന്ന് പാറയിൽ വന്ന് ഇടിച്ചിട്ട് പല കഷ്ടമായി. വനത്തിനകത്താണ്, ഞങ്ങളിപ്പോൾ വനത്തിനകത്ത് വാർഡ് മെമ്പർ കൊണ്ട് പറമ്പ് 2 പേരുണ്ട്.